എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് സുഖമാണ്. പണ്ട് കത്തൊക്കെ എഴുതുന്ന പോലെ അവിടെയും സുഖമാണ് ഇവിടെയും സുഖം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേയൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള മൂഡുണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ചുമ്മാ സംസാരിച്ചിരിക്കാൻ കരുതി. അപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മളെ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ കാര്യങ്ങളൊക്കെ പറയും. അതായത് നേരത്തെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും എല്ലാവരുടെയും നടുക്കായിരുന്നു. അതായത് എല്ലാവരും എപ്പോഴും നമുക്ക് ഉണ്ടായിരുന്നു കൂടെ. ഇപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യത്തിൽ വിഷമം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാനത് മാറാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ പിന്നെ എൻ്റെ ആ ഒരു മൈൻഡൊക്കെ മാറി ഞാൻ ഹാപ്പിയാകും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ അങ്ങനെ വിളിക്കാനും പറയാനും അങ്ങനെയൊന്നും ആരുമില്ല. ഞാനങ്ങനെ എന്താ പറയുക, ഞാൻ കൂടുതലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നുള്ള ആൾക്കാരൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ കോൾ എടുക്കാറില്ല, ചിലർ തിരക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പിന്നീട് വിളിക്കാമെന്ന് പറയും, പിന്നീട് വിളിക്കാറില്ല. അപ്പോൾ അത് ഞാൻ പറയട്ടെ, എനിക്ക് തോന്നിയതാണെന്ന് എനിക്ക് തന്നെ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് തോന്നിയതല്ല. എന്താ പറയുക, എല്ലാവരും തിരക്കിലാണ്. അപ്പം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം. അല്ലാണ്ട് എന്നെ മാറ്റി നിർത്തിയതോ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളാണ് മറ്റേ ഇന്നസെൻ്റ് പറയുന്നത്, ഞാൻ 2 പപ്പടം കാച്ചി കഴിയുമ്പോൾ എൻ്റെ ദേഷ്യം വന്നോലെ ഞാനൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അതാണ് ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഇപ്പം നമ്മളറിയില്ലേ, നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത് അതെപ്പോഴാണെന്നറിയോ, നമ്മൾ അവരോടുള്ള സ്നേഹം കുറയുമ്പോഴാണ്. അല്ലെങ്കിൽ അവരോട് എന്തോ ഒരു കാര്യത്തിൽ ദേഷ്യമുള്ളപ്പോൾ ആ ദേഷ്യം എന്താണെന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണെങ്കിൽ ഇപ്പുറത്തെ ഒരാളുടെ അടുത്ത് നമുക്ക് ആ കുറ്റമായിട്ടത് പറയേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. അതൊക്കെ ആര് മനസ്സിലാക്കാനാണ് അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ ആരെങ്കിലേക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ഒത്തിരി നാൾ കൂടി കണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷം നമ്മുടെ മുഖത്ത് തന്നെ വരും. പക്ഷേ ഇപ്പോൾ ഒന്നും ഞാൻ അങ്ങനെയൊന്നും ആരുടെയും മുഖത്ത് ആ ഒരു സന്തോഷമൊന്നും കാണാറില്ല. കാരണം ഇപ്പം ഏത് കാര്യത്തിലാണല്ലോ ഇപ്പം മുഖത്ത് അങ്ങനത്തെ ഒരു സന്തോഷം വരിക, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റൊരാൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക, അതൊന്നും ഇപ്പം ആർക്കും പറ്റുന്നൊരു കാര്യമല്ല. എല്ലാവരും തിരക്കിലാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. അപ്പം നമ്മൾ കുറ്റം ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ടൈമിൽ വേറെ ഒന്നിനും നമുക്ക് എക്സ്ട്രാ സമയം കളയാനായിട്ടില്ല. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, 2 കുട്ടികളുണ്ട്, അവരെയും കൊണ്ട് വെറുതെ ഇരിക്കണം. എനിക്ക് ഒരു എന്താ പറയുക, സമയമില്ലാത്തൊരവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷെ ബാക്കിയുള്ളവരങ്ങനെയല്ലല്ലോ, ബാക്കി എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും. അപ്പം നമുക്കാരെയും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്കൊരു ഇപ്പോൾ ഒരാളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനോ ഉള്ളൊരു തോന്നാറില്ല. കാരണം ഒത്തിരി നമ്മളാരെയും ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും തിരക്കുകളൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസം സമയം കിട്ടും എന്ന് പ്രതീക്ഷ. അതുപോലെ തന്നെ ഇപ്പം എല്ലാവരുടെയും ഈ ചിരി എന്നൊക്കെ പറയുന്നത് നമ്മളെ അത്രമേൽ ഇഷ്ടമായിട്ടുള്ള ചിരിയൊന്നും ആയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടാവും. അപ്പം അത് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്ന
വിശാല ഹൃദയം എല്ലാവരിലും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ ചിരിക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. എല്ലാ ചിരിയും നമ്മളെ കണ്ട് സന്തോഷിച്ചുകൊണ്ടുള്ളൊരു ചിരി ആയിരിക്കത്തില്ല. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എൻ്റെ ലൈഫിൽ. അതായത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള വാർദ്ധക്യം ഉള്ളൊരു സ്ത്രീക്കുണ്ടാവുന്ന അസുഖമാണ് എനിക്കിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എന്നൊക്കെ പറയാൻ എനിക്ക് ഒത്തിരി യാത്രകൾ ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം. അതുപോലെ വേറൊരു കാര്യമുണ്ട്, അതേ പറയത്തില്ല, സീക്രട്ടാണ്. അപ്പോൾ അതൊക്കെ അതിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് എനിക്ക് കുറേ ദൂരം കൂടി സഞ്ചരിച്ചേ പറ്റുള്ളൂ. ഇപ്പം അതൊന്നും പറ്റില്ല. അപ്പം എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ അതെല്ലാം പൊടിതട്ടിയെടുക്കും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ്. രാവിലെ എണീക്കുന്നു, ഹൈഡയും കൂടി ഇരിക്കുന്നു, പിന്നെ രാത്രിയാവുന്നു, അങ്ങനെ പോകും. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചെയ്ത വീഡിയോ കാതുകുത്തുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അവർ നടക്കാൻ തുടങ്ങാണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നടന്നു കഴിയുമ്പോഴത്തേനും ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷ വീഡിയോ ആയിട്ട് ഞാൻ വരാം.